Hi friends, welcome back to Hello Tech Malayalam. Poco F2 Pro എന്ന പുതിയ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പോക്കോ F1 ശേഷം പോക്കോ F2 എന്ന സ്മാർട്ട് ഫോണാണ് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പോക്കോ F2 Pro എന്ന സ്മാർട്ട് ഫോണാണ്. ഗ്ലോബലിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് വരും അല്ലെങ്കിൽ എന്നാണ് ലോഞ്ചിങ് കാര്യങ്ങളൊന്നും ഇതുവരെ പോക്കോയുടെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. എന്തായാലും പോക്കോ F2 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായും നോക്കുന്നത്. പോക്കോ F2 Pro എന്ന സ്മാർട്ട് ഫോൺ ഒരു 5G സ്മാർട്ട് ഫോണാണ്. ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള 5G ചിപ്സെറ്റൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. LPDDR5 എന്ന ഏറ്റവും പുതിയ ടെക്നോളജിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റാം സെറ്റപ്പും UFS 3.1 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരുന്ന ഒരു അടിപൊളി പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ എടുത്തു നോക്കേണ്ട കാര്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ തന്നെയാണ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഈ ഒരു പോക്കോ F2 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡ് കൂളിംഗ് സംവിധാനവും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഗെയിമൊക്കെ കളിക്കുമ്പോഴുള്ള ആ ഒരു ഹീറ്റിങ്ങും കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ കൃത്യമായൊരു ഉറപ്പാണ് നമുക്ക് ആ ഒരു ലിക്വിഡ് കൂളിംഗ് സംവിധാനമൊക്കെ കൊണ്ട് പോക്കോ ഉദ്ദേശിക്കുന്നത്. എന്തായാലും സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും കൃത്യമായിട്ട് വീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ എത്തുക തന്നെ വേണം. എന്തായാലും സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു അടിപൊളി പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ട് എന്നുള്ള കാര്യം. 6.67 ഇഞ്ചോട് കൂടി വരുന്ന ഫുൾ HD+ ഫുൾ വ്യൂ ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. പഞ്ച് കോളോ നോച്ചോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല, ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ സെറ്റപ്പ്. ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് നമുക്ക് 60 Hz നോർമൽ റീഫ്രഷ് റേറ്റ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് തോന്നിയ ഒരു പോരായ്മ. 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു അമോലെഡ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 92.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കോർണിംഗ് കൊള്ളാസ് 5 പ്രൊട്ടക്ഷനും 1200 നിറ്റ്സിൻ്റെ ബ്രൈറ്റൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വെയിലത്തെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ കാണാനുള്ള ഒരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണില്ല. ആകപ്പാട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരൊറ്റ പ്രശ്നം 60 Hz നോർമൽ റീഫ്രഷ് റേറ്റ് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ്. ഒരു ഫ്ലാഷി സ്മാർട്ട് ഫോണാക്കി അതും പോക്കോ എന്ന ബ്രാൻഡ് പുതിയ സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു പ്രശ്നം കൂടി നികത്തുകയായിരുന്നുവെങ്കിൽ ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ ആണ് എന്ന് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു അടിപൊളി ഡിസ്പ്ലേ സെറ്റപ്പ് ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും. ആ ഒരു കാര്യം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് പൂർണ്ണമായും അംഗീകരിക്കാൻ സാധിക്കും നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിയൽ സൈഡിൽ നമുക്ക് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുക. ഒരു ഗ്ലാസ് ഫിനിഷോട് കൂടി വരുന്ന ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് കോർണിംഗ് കൊള്ളാസ് അവൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫ്ലാഷി സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ പ്രീമിയം ലുക്കോടും പ്രീമിയം ഫിനിഷോടും കൂടെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണും വരിക. ഇവിടെ നമുക്ക് 8K വീഡിയോ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 8K വീഡിയോസ് എടുക്കാൻ സാധിക്കുന്ന 64 മെഗാപിക്സലിൻ്റെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഈ ഒരു 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറായിട്ട് നൽകിയിട്ടുള്ളത് സോണി IMX686 എന്ന സെൻസറാണ്. ഈ ഒരു സെൻസറിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം. അടിപൊളി ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു സെൻസർ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോണുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. 123 ഡിഗ്രി വരെ ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്ന 13 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇതുകൂടാതെ 5 മെഗാപിക്സലിൻ്റെ ഒരു മൈക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. ഫ്രണ്ടിലെ നമുക്ക് സെൽഫി വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നതിനും ഫോട്ടോസ് എടുക്കുന്നതിനും വേണ്ടി 20 മെഗാപിക്സലിൻ്റെ പോപ്പപ്പ് സെൽഫി ക്യാമറ സംവിധാനം അടങ്ങിയ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. സ്ലോ മോഷനും പോർട്രേറ്റ് വീഡിയോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അതായത് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകൾ വേണ്ട എല്ലാവിധ ക്യാമറ ഫീച്ചേഴ്സും നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും നമുക്ക് കിട്ടുന്നുണ്ട്. 4700 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. 63 മിനിറ്റ് കൊണ്ട് പൂർണ്ണമായും ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 30 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഈ ഒരു ചാർജർ ഇൻ ദ ബോക്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. Wi-Fi 6, NFC, IR ബ്ലാസ്റ്റർ, ടൈപ്പ് C പോർട്ട്, 3.5 ഓഡിയോ ജാക്ക് തുടങ്ങിയ നമുക്കൊരു സ്മാർട്ട് ഫോണിൽ വേണ്ട എല്ലാ ഘടകങ്ങളും ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിൽ നമുക്ക് പോക്കോ തരുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായ പോക്കോ ലോഞ്ചറോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 2 ദിവസം നീണ്ടു നിൽക്കാൻ പറ്റുന്ന ബാറ്ററി കപ്പാസിറ്റിയാണ് എന്നൊക്കെയാണ് പോക്കോ അവകാശപ്പെടുന്നത്. എന്തായാലും സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷമേ നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പൂർണ്ണമായി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു ഒറ്റ പോരായ്മ മാത്രമേ നമുക്ക് പ്രധാനമായിട്ടും എടുത്തു പറയാൻ സാധിക്കുള്ളൂ. അതായത് ഡിസ്പ്ലേ ഭാഗത്ത് 60 Hz നോർമൽ റീഫ്രഷ് റേറ്റ് മാത്രമേ കൊടുത്തുള്ളൂ എന്നുള്ള കാര്യം.
കാരണം ഈ ഒരു വലിയൊരു സ്മാർട്ട് ഫോൺ, ഇത്രയും വലിയൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള സ്മാർട്ട് ഫോൺ പൂർണ്ണമായും കൂടുതലായി ആൾക്കാർ നോക്കാറുള്ളത് ഗെയിമേഴ്സാണ്. ഇപ്പോൾ ഗെയിമേഴ്സിന് 60 ഹെർട്സ് നോർമൽ റീഫ്രഷ് റേറ്റ് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അത് ഒരു നെഗറ്റീവായിട്ട് തന്നെ കണക്കാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ പൂർണ്ണമായും മത്സരിക്കുക OnePlus 8 പ്രോയും ഒപ്പം തന്നെ സാംസങ് ഗാലക്സി S20 Plus എന്ന സ്മാർട്ട് ഫോണൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്മാർട്ട് ഫോണുമായിട്ട് മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്പ്ലേയിലെ 60 ഹെർട്സ് റീഫ്രഷ് റേറ്റ് പ്രധാനമായും ഒരു പ്രശ്നമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കോ X2 എന്ന സ്മാർട്ട് ഫോൺ മിഡ് റേഞ്ച് പ്രൈസ് റേഞ്ചിൽ അവതരിപ്പിച്ചപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണിൽ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് അവർ നൽകിയിരുന്നു. അത്രയും വലിയൊരു സെറ്റപ്പ് ആ ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചപ്പോൾ അവരവരുടെ പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 60 ഹെർട്സ് നോർമൽ റീഫ്രഷ് റേറ്റ് മാത്രം നൽകുന്നു എന്നത് പ്രധാനമായും ഒരു പോരായ്മ തന്നെയാണ്. എന്തായാലും ആ ഒരു കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എത്രമാത്രം വിറ്റുപോകും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കണം. ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് കൃത്യമായിട്ട് നമുക്കറിയില്ല. പക്ഷേ ആ ഒരു യൂറോ പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ 6GB RAM 128GB സ്റ്റോറേജ് ബേസ് വേരിയൻ്റ് പ്രൈസ് വരിക ഏകദേശം ഒരു 40,000 രൂപ 41,000 രൂപയാണ്. 8GB RAM 256 എന്ന ഹയർ വേരിയൻ്റ് പ്രൈസ് വരിക 47,000 രൂപ 48,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയാൽ അത്ര വലിയ ഹിറ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ OnePlus 8 ഒക്കെ ഇറങ്ങിയതുപോലെ ഒരു 10,000 രൂപയൊക്കെ കുറച്ച് തന്നെ ആയിരിക്കും ഇന്ത്യയിലേക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള OnePlus 8 Pro എന്ന സ്മാർട്ട് ഫോണിൽ പോലും നമുക്ക് UFS 3.1 എന്നുള്ള ആ ഒരു സ്റ്റോറേജ് സംവിധാനം കിട്ടിയിട്ടില്ല. MI 10 5G പോലും നമുക്ക് ആ ഒരു അത്രയും ഫാസ്റ്റായ ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സംവിധാനം കിട്ടുന്നില്ലാത്തതുകൊണ്ട് തന്നെ പൂർണ്ണമായും പെർഫോമൻസിനെ ആശ്രയിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു പോക്കോ F2 Pro കില്ലറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലാഗ്ഷിപ്പ് കില്ലറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 ഹെർട്സ് റീഫ്രഷ് റേറ്റ് എന്നുള്ള ഒറ്റ കാരണം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ ഒരു സ്മാർട്ട് ഫോൺ അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയാണ്. എന്തായാലും സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ ആണ് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. ഇത്രയുമാണ് പോക്കോ F2 Proയെ കുറിച്ച് പ്രധാനമായും പറയാനുള്ളത്. പക്ഷേ ഇതിലെ രസകരമായ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ അവതരിപ്പിച്ചിട്ടുള്ള റെഡ്മി K30 Pro എന്ന സ്മാർട്ട് ഫോൺ റീബ്രാൻഡ് ചെയ്ത് അവതരിപ്പിച്ചതാണ് ഈ പോക്കോ F2 Pro എന്ന സ്മാർട്ട് ഫോൺ. അതായത് K30 Pro ഉണ്ടാക്കുന്ന സമയത്ത് പോക്കോ എന്ന ഒരു ലേബലും ഒപ്പം തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പോക്കോ ലോഞ്ചറൊക്കെ ഉൾക്കൊള്ളിക്കുന്നു എന്ന് മാത്രം. എന്തായാലും സ്മാർട്ട് ഫോൺ അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.